ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തൻ്റെ കരുണയാലെ നമ്മളെ പൊതിയുന്ന കർത്താവ് തമ്പുരാനെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മറന്നാലും ആരെല്ലാം നിന്നെ വെറുത്താലും ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഒരിക്കലും നിന്നെ മറക്കില്ല ഞാൻ. ഒരു വേള പോലും പിരിയില്ല ഞാൻ. ഉള്ളം നൊന്തു നീ തേങ്ങുമ്പോൾ ഉള്ളം കയ്യിൽ താങ്ങാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. ഉള്ളിലെ നൊമ്പര പാടുകളിൽ ചുംബനമേകി തലോടാം ഞാൻ. എൻ്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ. ഇടറല്ലേ പതറല്ലേ കരയല്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ. എൻ്റെ കുഞ്ഞേ പൊന്നോമനേ, നിന്റെ ദൈവം ഞാനല്ലയോ. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. Lamentations chapter 3 verses 31 to 33. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. വിലാപങ്ങളുടെ പുസ്തകം ജെറുസലേം തകർക്കപ്പെട്ടതിൻ്റെ നിലവിളിയാണ്. വിപ്രവാസത്തിലേക്ക് പോയ ജനം, വലിയ ദുരന്തങ്ങൾ കൺമുമ്പിൽ കണ്ടവർ, തങ്ങളുടെ രാജ്യം, തങ്ങളുടെ മതജീവിതം ഒക്കെ തകർക്കപ്പെട്ടതിൻ്റെ നൊമ്പരത്തിൽ ഉയർത്തുന്ന നിലവിളി. ആ നേരത്ത് ജനം തിരിച്ചറിയുകയാണ്, കർത്താവിൻ്റെ അവസാന വാക്ക് വിധിയല്ല, കരുണയാണ്. ശിക്ഷയല്ല, സ്നേഹമാണ്. സഹനമല്ല, കർത്താവ് നമ്മെ വീണ്ടും ഉയർത്തും എന്ന് നാം പാടി പ്രാർത്ഥിച്ചതുപോലെ, ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും, ആരൊക്കെ നിന്നെ വെറുത്ത് മാറ്റി നിർത്തിയാലും, ആത്യന്തികമായി കൈവിട്ട് കളയാത്ത, പിരിഞ്ഞു പോകാത്ത ഉടമ്പടിയുടെ സ്നേഹമാണ് കർത്താവിൻ്റെത്. ഇടറല്ലേ നീ, പതറിപ്പോകരുത്. അഭയമേകാൻ, നിനക്ക് തുണയാകാൻ കർത്താവ് നിന്റെ ചാരത്ത് ഉണ്ട്. ഓരോ പ്രഭാതത്തിലും നമുക്കൊരു പ്രലോഭനമുണ്ട്. ഇന്നലത്തെ മുറിവുകളെ, ഭൂതകാലത്തിൻ്റെ ദുരനുഭവങ്ങളെ, നിരാശയുടെ നേരങ്ങളെ ഒക്കെ ഇന്നത്തേക്കും കൊണ്ടുവരുവാൻ അരുത്. തിരിച്ചറിയേണ്ടത്, അന്ധകാരത്തിൻ്റെ ഇരുട്ടിൻ്റെ ചില നേരങ്ങൾ ജീവിതത്തിലേക്ക് കർത്താവ് സമ്മാനിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ അത് നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനായിരിക്കാം, നമ്മുടെ അഹങ്കാരം മാറ്റി എളിമ നിറയ്ക്കാനാകാം, കർത്താവിലുള്ള നമ്മുടെ ആശ്രയത്വം വളർത്താനാകാം. സഫറിങ് അല്ല ഗോഡ്സ് ഫൈനൽ പ്ലാൻ. സഫറിങ് ഈസ് നെവർ ഗോഡ്സ് ഫൈനൽ പ്ലാൻ. ആത്യന്തികമായി കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് ചാഞ്ഞിറങ്ങി വരുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. ഇന്ന് ഈ പ്രഭാതം പുതിയതായി കർത്താവിൽ ആശ്രയിച്ച് ആരംഭിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, മൈ പാസ്റ്റ് ഡസ് നോട്ട് ഡിഫൈൻ മീ. എൻ്റെ ഭൂതകാലം
എന്നെ നിർവചിക്കുന്നില്ല. മൈ സഫറിങ് ഇസ് നോട്ട് പെർമനൻറ്റ്. എൻ്റെ സഹനം എന്നേക്കും ഉള്ളതല്ല. ഗോഡ്സ് മേഴ്സി ഇസ് ഓൾറെഡി മൂവിങ് ടുവേർഡ്സ് മീ. ദൈവത്തിൻ്റെ കരുണ എന്നിലേക്ക് ചാഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അഗസ്തിനോസ് പുണ്യാളൻ്റെ വാക്കുകൾ: ഗോഡ് ജഡ്ജസ് ഇൻ ഓർഡർ ടു കറക്റ്റ് ആൻഡ് ഹി കറക്റ്റ്സ് ഇൻ ഓർഡർ ടു ഹീൽ. His mercy is always greater than his judgment. His mercy is always greater than his judgment. ദൈവത്തിൻ്റെ വിധിക്ക് മുകളിലാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് വിശ്വസിക്കും. അവൻ നമ്മളെ വിധിക്കുന്നത് തിരുത്താനായിട്ടാണ്. അവൻ നമ്മെ തിരുത്തുന്നത് നാം സുഖം പ്രാപിക്കാൻ, സൗഖ്യം അനുഭവിക്കാനാണ് എന്ന് തിരിച്ചറിയണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിന്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ഒരിക്കലും നിന്നെ കൈവിട്ട് കളയില്ല എന്ന നിന്റെ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ സങ്കടങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോഴും എൻ്റെ ബലഹീനതകൾക്ക്, എൻ്റെ വീഴ്ചകൾക്ക് മുകളിലാണ് നിന്റെ കരുണയെന്ന് ഞാൻ ഏറ്റുപറയുന്നു. നിന്റെ ഹൃദയം മുഴുവൻ കരുണയും മാറ്റമില്ലാത്ത സ്നേഹവുമാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവേ, എൻ്റെ ഉള്ളിലെ മുറിവുകളെ സുഖപ്പെടുത്തി, എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ്, എൻ്റെ പ്രത്യാശയെ നീ നവീകരിച്ച് നിന്റെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഈ ദിവസത്തിലെ എല്ലാ പരിശ്രമങ്ങളെയും കർത്താവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും നാം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.